കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. UDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിന്നക്കടയിൽ നടത്തിയ സ്വീകരണ പരിപാടിയോടെയാണ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം നൽകി നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പര്യടന പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഈ സമ്മേളനത്തിലൂടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. നിലവിലെ MP-ആയ NK പ്രേമചന്ദ്രൻ നഗരഹൃദയമായ ക്ലോക്ക് ടവറിന് സമീപത്തു നിന്നാണ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് ചിന്നക്കട, പായിക്കട, മെയിൻ റോഡ് വഴി കൊല്ലം കമ്പോളത്തിലെ വിവിധ കച്ചവടക്കാരോടും യാത്രക്കാരോടും വോട്ട് അഭ്യർത്ഥിച്ചു. കോൺഗ്രസ്, RSP, മുസ്ലിം ലീഗ്, ഫോർവേഡ് ബ്ലോക്ക് തുടങ്ങി UDF-ലെ എല്ലാ കക്ഷി നേതാക്കളും പ്രചാരണ പരിപാടിയിൽ സജീവമായി ഉണ്ടായിരുന്നു. കച്ചവടക്കാരോട് കുശലം പറഞ്ഞും വോട്ടഭ്യർത്ഥിച്ചും മാധ്യമങ്ങളോട് സംസാരിച്ചും NK പ്രേമചന്ദ്രൻ ആദ്യദിന പ്രചാരണം പൂർത്തിയാക്കി. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ പ്രതിയോഗിയെക്കുറിച്ച് ഒരു കുറ്റവും ന്യൂനതയും വീഴ്ചയും പോരായ്മയും പറയാനില്ലാതെ വരുമ്പോൾ വ്യക്തിഹത്യയിലൂടെ രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യുക എന്ന സ്ഥിരം ശൈലിയാണ്, പതിവ് രീതിയാണ് CPM ഈ തെരഞ്ഞെടുപ്പിലും കാണിക്കുന്നത്. അതുകൊണ്ടാണ് വ്യക്തിഹത്യ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഞാൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ BJP-യിലേക്ക് പോകും, BJP മന്ത്രിസഭയിൽ അംഗമാകും എന്ന നിലയിലുള്ള വ്യാപകമായ പ്രചരണം പ്രത്യേകിച്ചും മുസ്ലിം ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈബർ സംഘങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിൽ അതാണ്. ഇത് 2019-ലും ഉണ്ടായിരുന്നു. അതിനെ അതിജീവിച്ചുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. ഈ പ്രാവശ്യവും അതേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ അതിശക്തമായിട്ടുള്ള നിലനിൽപ്പിനും തിരിച്ചുവരവിനും വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിന് തുടർന്നും ഇന്നലകളിലേതുപോലെ തന്നെ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകും. വരുന്ന ദിവസങ്ങളിൽ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലായി പ്രചാരണം സജീവമാക്കാൻ ഒരുങ്ങുകയാണ് UDF. പ്രേമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊല്ലം വെസ്റ്റ് മണ്ഡലത്തിൽ ഫോർവേഡ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി G. ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ MS സിദ്ദിഖ് അധ്യക്ഷനായിരുന്നു. KC രാജൻ, അഡ്വക്കേറ്റ് S. ബിന്ദുകൃഷ്ണ, സൂരജ് രവി, ദേവരാജൻ തുടങ്ങി നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. ശ്രീ പ്രേമചന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിലും വിജയത്തിന്റെ സോപാനം കയറുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇവിടെ നുണപ്രചരണങ്ങളുമായി ഇറങ്ങിയിരിക്കുന്ന കൊല്ലം നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 7 വർഷത്തിലധികമായി നിയമസഭാ സാമാജികനായിരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് കൊല്ലത്തെ ജനങ്ങളിൽ ആരോട് ചോദിച്ചാലും അവർ പറയും ഇവിടെ MLA കാണാനില്ല. MLA ആകെ കാണുന്നത് ചാനലുകളിൽ മാത്രമാണ്. ചില പരിപാടികളിൽ കിടിലോൽക്കിടിലം പരിപാടിയിൽ മാത്രമാണ് ജനങ്ങൾ MLA കാണുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.